വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ജില്ലയിൽ ആദ്യമായി എത്തുന്ന എക്സൈസ് മേളയെ വരവേൽക്കാൻ ഒരുങ്ങി ജീവനക്കാർ. മേളയോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന് തിരൂരിൽ സ്വീകരണം നൽകി. എക്സൈസ് സർക്കിൾ ആൻഡ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. നവംബർ 30, ഡിസംബർ 1-2 തീയതികളിൽ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് കായികമേള നടക്കുന്നത്. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്നും ആരംഭിച്ചു ജില്ലാ അതിർത്തിയായ ചങ്ങരംകുളത്ത് വെച്ച് സ്വീകരണം നൽകി. തിരൂർ, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 29-ാം തീയതി വൈകിട്ട് 8 മണിക്ക് മത്സരവേദി നഗരിയിൽ എത്തിച്ചേരും. നവംബർ 30-ന് ആരംഭിക്കുന്ന ഗെയിംസ് ഇനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, PT ഉഷ ഇൻഡോർ സ്റ്റേഡിയം, KLM ക്രിക്കറ്റ് സ്റ്റേഡിയം, ചെറുവണ്ണൂർ പ്രീമിയർ അക്കാദമി എന്നിവിടങ്ങൾ വേദിയാകും. ഡിസംബർ 1-2 തീയതികളിലായി ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. കലാമത്സരങ്ങൾ തേഞ്ഞിപ്പാലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 വേദികളിലായിരിക്കും നടക്കുക. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മേളയോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണം തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്നും ആരംഭിച്ചു ജില്ലാ അതിർത്തിയായ ചങ്ങരംകുളത്ത് വെച്ച് സ്വീകരണം നൽകി. തിരൂർ, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 29-ാം തീയതി വൈകിട്ട് 8 മണിക്ക് മത്സരവേദി നഗരിയിൽ എത്തിച്ചേരും. ജില്ലയിൽ ആദ്യമായി എത്തുന്ന എക്സൈസ് മേളയെ വരവേൽക്കുവാൻ ജില്ലയിലെ എക്സൈസ് ജീവനക്കാരും മലപ്പുറവും ഒരുങ്ങിക്കഴിഞ്ഞു. 20ാമത് കലാകായിക മേളയോടനുബന്ധിച്ച ദീപശിഖ പ്രയാണത്തിന് തിരൂരിൽ എക്സൈസ് സർക്കിൾ ആൻഡ് റേഞ്ച് ഓഫീസ് സ്വീകരണം നൽകി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K. അജയൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM. ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ.